ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രചന ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ജോലിക്ക് നിർത്തിയ ചേച്ചി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ എൻ്റെ സാർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്ലബ്ബിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചിപ്പിയുടെ കാര്യം ചോദിച്ചു. ചിപ്പി എൻ്റെ ഉറക്കമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. എവിടെ ചിപ്പി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ചിപ്പി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഇല്ലേ, ചിപ്പി പിന്നെ എവിടെ പോയി? അത് പിന്നെ മോൾ ഇന്നലെ ഒരേ കരച്ചിലായിരുന്നു. അപ്പം ഞാൻ ഇഷിത മേഡത്തിൻ്റെ കൂടെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടി വഴക്കുണ്ടാക്കുക നമ്മുടെ രചന. നിങ്ങൾ എന്ത് മന്ദബുദ്ധിത്തരാ കാണിച്ചത്? കൊച്ചിനെ എന്തിനാ നിങ്ങൾ അവരുടെ കൂടെ പറഞ്ഞു വിട്ടത്? അത് പിന്നെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാം തൊലച്ചു. ഞാൻ യാത്രയിലാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം അത് പറഞ്ഞെന്ന് പറഞ്ഞു. എല്ലാം തൊലച്ചിട്ട് നിൽക്കുക, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക രചന. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു ഞാൻ കഴിക്കാൻ എടുക്കട്ടെ എന്ന്. എനിക്ക് കഴിക്കാനും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ രചന അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത്. രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രചന ഓടി നേരെ അവരുടെ സ്ഥലത്തേക്ക്, അതായത് കൊച്ച് ഉള്ളിടത്തേക്ക്, നമ്മുടെ ഇഷിതയെ കാണാനായിട്ട്. അപ്പോൾ ഇഷിതയെ കാണാൻ വന്ന രചനയെ നാത്തു നമ്മുടെ മഹേഷിൻ്റെ പെങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മയ്ക്കരികിലേക്ക് ചെന്നിട്ട് അമ്മയുടെ മരുമോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മരുമോള് പണ്ടേ മരിച്ചു പോയത്, അവളിപ്പോൾ പ്രേതമായിട്ട് അലഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ആ പ്രേതം മൊത്തത്തോടെ അമ്മയെ വിഴുങ്ങാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു മകൾ അമ്മയോട്. എന്നെ വിഴുങ്ങാനോ? ഞാനേ തഞ്ചാവൂർ സ്വപ്നവല്ലി, ഈ സ്വപ്നവല്ലിയെ വിഴുങ്ങാൻ അവൾക്ക് അത്ര ധൈര്യമൊന്നുമില്ല, ഏത് വലിയ ആൾ വന്നിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അവളെ ഇന്ന് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു ഉറഞ്ഞു തുള്ളി രചനയെ കാണാനായിട്ട് അങ്ങ് ചെന്നു. രചനയെ കാണാൻ ചെന്നപ്പോൾ രചനയെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലേ, ലിഫ്റ്റ് തുറന്നു വരുന്ന രചനയെ കണ്ടതും നീ എന്തിനാടി വന്നത്? അതിപ്പോൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞു. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, നീ എന്നെ നേരിട്ട് കാണാനല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെന്തിനാ ഞാൻ കാണുന്നതെന്നൊക്കെ രചന ചോദിക്കുക. എൻ്റെ കുഞ്ഞെവിടെയടി, എൻ്റെ കുഞ്ഞിനെ കൊണ്ടിട്ട് അങ്ങനെ ചെയ്തില്ലടി ഇങ്ങനെ ചെയ്തില്ലടി എന്നൊക്കെ ചോദിക്കുമ്പം അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞാലേ അത് അങ്ങനെ ആവുകയുള്ളൂ, ആ കുഞ്ഞ് നിങ്ങളുടെ മകൻ്റേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ രചന ഇങ്ങനെയൊക്കെ പറയാം. അപ്പോഴേക്കും സ്വപ്നവല്ലി തീർച്ചു അതും ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇഷിത ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് ഇവർ വഴക്കുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മഹേഷും ഇറങ്ങി വന്നു കേട്ടോ. മഹേഷ് ഇറങ്ങി വരുമ്പോഴും കാണുന്നത് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. അപ്പോൾ മഹേഷ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എടാ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവൾ ഇങ്ങനെ പറയുവാടെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞ് ഇപ്പോൾ ഇഷിതയുടെ കൂടെ ഉണ്ടെന്ന് സ്വപ്നവല്ലിയോട് പറയാം. അപ്പോൾ സ്വപ്നവല്ലി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി, അല്ലെങ്കിൽ കരഞ്ഞു. അന്നേരത്തേക്കും പിന്നെ മകള് വിളിച്ച് അമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് ഇഷിതയുടെ മുന്നിൽ വെച്ച് തന്നെ മഹേഷിനെ ഒരു നോട്ടമൊക്കെ നോക്കി രചന നേരെ ഇഷിതയുടെ വീടിനകത്തേക്ക് കയറി പോവാം. ഈ സമയം മഹേഷ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് അമ്മയോട് മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പം മോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മോൾ ഇവിടെ സേഫ് ആയിട്ടുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു സംശയമില്ല, വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് മഹേഷ് പറയാം ഇഷിതയോട്. കാരണം ചിപ്പിമോളുടെ ഇഷാമയല്ലേ, അപ്പോൾ പിന്നെ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക്സും പറഞ്ഞ് നമ്മുടെ ഇഷിത അകത്തേക്ക് കയറിച്ച് പോയി. അപ്പോൾ ഇഷിത അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രചന അകത്ത് കയറിയപ്പോൾ നിൽക്കുമ്പോഴേക്കും ഇഷിതയുടെ അമ്മ ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇഷിത അങ്ങോട്ടേക്ക് കയറി വന്നു. യാത്രയിലായിരുന്നല്ലേ എന്ന് നമ്മുടെ ഇഷിത ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ട് വന്നു, പിന്നെ ആയവയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അവരെ ഇവിടെ കൊണ്ടുവന്നാക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വലിയ ബുദ്ധിമുട്ടായല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു, പക്ഷേ രചനയല്ലേ എപ്പോഴും ടൂറിലൊക്കെ ഉള്ളത് എന്ന് ഇഷിത ഇങ്ങനെ ചോദിക്കുക. ഞാൻ വന്ന ദിവസം എവിടെ ടൂറിന് പോയ കാര്യം പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ഒരു ടൂറ് എന്നൊന്നും പറയാൻ പറ്റില്ല, ആകാശിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞു. അവിടെ എന്താ ചിപ്പിയെ കൊണ്ടുപോകാതിരുന്നത് എന്ന് ഇഷിത ചോദിച്ചേ. ചിപ്പിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഒന്നും ആയിരുന്നില്ല എന്ന് രചന പറഞ്ഞു കേട്ടോ. ഞാൻ രചനയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറയാം. ബെല്ലടിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ എടുക്കാതിരുന്നത്? DJ പാർട്ടി നടക്കുന്നതിനിടയിലാവും ഒരു പക്ഷേ ഇഷിത വിളിച്ചത്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ഷിയാമാന്ന് പറഞ്ഞു ഓടി വന്നതേ നമ്മുടെ ഇഷിതയെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി. വാ ഇഷ്യാമ്മ നമുക്ക് കളിക്കാമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും രചന വന്ന് ചിപ്പി മോളെ കാണാതെ അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഷിയാമ്മ ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. മോളെ കൊണ്ടുപോകാൻ അമ്മ വന്നതെന്നും പറഞ്ഞു രചന പിടിക്കുമ്പോൾ വേണ്ട മോള് വരുന്നില്ല, ഞാൻ വരില്ല എന്ന് ചിപ്പി. അമ്മയല്ലേ വിളിക്കുന്നത്, മോള് വരാൻ പറഞ്ഞു പിടിച്ചു. അപ്പോഴേക്കും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു കൊച്ചു മുറിക്കകത്തേക്ക് കയറി ഒറ്റ ഓട്ടം. അപ്പോഴേക്കും അമ്മ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പിന്നാലെ ചെല്ലിതൊക്കെ കണ്ട് ഇഷിത ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇഷിത
പുറകെ ചെല്ലുക. അപ്പോഴേക്കും ഈ രചന വന്ന് കൊച്ചിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. കൊച്ച് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പം ഇഷിതയ്ക്ക് കാര്യം ഏകദേശമൊക്കെ മനസ്സിലായി. ഇഷിത അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ടോ, മഹേഷിൻ്റെ വീട്ടുകാർ അവളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക, അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ എന്നോട് അടുക്കാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഇഷിത ഇതൊക്കെ കേട്ട് നിൽക്കുന്നു. ഇഷിത കണ്ടതല്ലേ മഹേഷിൻ്റെ അമ്മ എന്നെ തല്ലാൻ വന്നത്, ഞാൻ എൻ്റെ മകളെ കാണാൻ വന്നതാ. മഹേഷിന് ഇതിലും പങ്കുണ്ട്, മഹേഷ് ഒരിക്കലും നല്ലൊരു അച്ഛനല്ല എന്നൊക്കെ പറയുമ്പോൾ രചന ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത്? ചിപ്പി ഇത് കേട്ടാൽ എന്താ കരുതുക എന്ന് ഇഷിത അന്നേരം ചോദിച്ചു കേട്ടോ. ചിപ്പിക്ക് ഡാഡിയും അച്ഛമ്മയും ഒക്കെ വളരെ വളരെ വലുതാണ്. രചന ഇങ്ങനെയൊക്കെ സംസാരിച്ച വെറുപ്പ് കൂടും അവൾക്കെന്ന് പറഞ്ഞു. അപ്പം സോറി ഇഷിത, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണെന്നൊക്കെ നേരത്തേക്കും പുള്ളിക്കാരി പറയാം. എനിക്ക് എൻ്റെ മോളെ ഒരുപാട് ഇഷ്ടമാണ്. 5 കൊല്ലം എൻ്റെ മോളെ കാണിക്കാതെ അവർ വെച്ചിരിക്കുകയായിരുന്നു എന്നും കോടതി പറഞ്ഞതുകൊണ്ടല്ലേ എൻ്റെ ചിപ്പിമോളെ എനിക്ക് കിട്ടിയത്, ഞാൻ അവളുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. ഇഷിത എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എൻ്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. മഹേഷിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നേടിത്തരണമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഇഷിത അകത്തേക്ക് കയറിപ്പോയപ്പം എനിക്കെല്ലാം മനസ്സിലാകും മോളെ എന്ന് ഈ രചനയോട് ഇഷിതയുടെ അമ്മ പറയാം. അപ്പോൾ അതെ ആൻറ്റിക്കെല്ലാം മനസ്സിലാകും, ആൻറ്റി ഒരു അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ടാണ് മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ഇഷിതയുടെ അമ്മ ചോദിച്ചു കേട്ടോ. അപ്പോൾ ജനിച്ച അന്നു മുതൽ ലാഭം നഷ്ടം ഇതൊന്നുമില്ലാതെ അല്ലെങ്കിൽ തിരിച്ചു കിട്ടുമെന്നില്ലാതെ സ്നേഹം വാരിക്കോരി മക്കൾക്ക് കൊടുക്കും അമ്മമാർ, അതുകൊണ്ടാണ് അമ്മയാകുന്നതെന്നൊക്കെ പറഞ്ഞു. ഏതാണ്ട് ഒരു 5 വയസ്സ് വരെയാണ് കുഞ്ഞിന് ഈ പറയുന്ന അമ്മയുടെ സ്നേഹവും ലാളനയും ഒക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത്. രചന ഈ 5 വർഷവും എവിടെയായിരുന്നു എന്ന് ആ അമ്മ ചോദിച്ചപ്പോൾ രചനയ്ക്ക് മറുപടിയില്ല. പ്രസവിക്കുന്നത് കൊണ്ട് ആരും അമ്മയാവില്ല രചന. എത്ര കൊല്ലം കുഞ്ഞിനെ രചന പാല് കൊടുത്തു എന്ന് ചോദിച്ചു. എത്ര താരാട്ട് രചന പാടിക്കൊടുത്തിട്ടുണ്ട്, എത്ര നാള് കുഞ്ഞിന് ആഹാരം രചന വാരി കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ചെയ്യേണ്ടത് അമ്മ തന്നെ ചെയ്യണം, അത് വേറെ ആരും ചെയ്താൽ ഒന്നും ആവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം പതിയുന്നത് അത് എത്രത്തോളാണെന്ന് അറിയോ? ആ കുഞ്ഞു വന്ന് അടുത്ത് അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ അമ്മമാരുടെ സങ്കടങ്ങളൊക്കെ മാറിപ്പോകും. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് അമ്മയെന്നൊന്ന് വിളിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറിപ്പോകും. ഞാൻ ഉപദേശിച്ചതൊന്നും അല്ല കേട്ടോ, ഒരു പരമാർത്ഥം പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ അമ്മ അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിപ്പിയുടെ അടുത്ത് എന്ന് നമ്മുടെ ഇഷിത കയ്യെ കാലെ പിടിച്ച് പറയാം കൂടെ പോകാനായിട്ട്. അമ്മയ്ക്ക് വിഷമമാകുമെന്നും പറഞ്ഞ് വേണ്ട, ഇവിടെ ഷിയാമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം, അപ്പം എനിക്ക് എൻ്റെ ഡാഡിയെ കാണാം, അച്ചമ്മയെ കാണാം, മോള് പോവില്ല എന്നും പറഞ്ഞ് ചിപ്പി വീണ്ടും നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുക. ചിപ്പി മോളുടെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്, ഇപ്പോൾ അമ്മയുടെ വീടാ മോളുടെ വീടെന്ന് പറഞ്ഞപ്പം അല്ല അത് മോളുടെ വീടല്ല, മോള് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷിയാമ്മയെ ഞാൻ പോവില്ല എന്നും പറഞ്ഞ് ഇഷിതയെ കെട്ടിപ്പിടിച്ച് കൊച്ചു കരയുക. അപ്പം മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷിയാമ്മയെ വിട്ട് പോവില്ല എന്നും പറഞ്ഞ് കൊച്ചു ഭയങ്കര കരച്ചിൽ. അപ്പം മോള് ഷിയാമ്മയെ വിട്ട് പോവില്ല എന്നും പറഞ്ഞു. ഈ സമയത്ത് രചന അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നെ രചനയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പോൾ അങ്ങനെ കോള് വരുന്നു, അതും വിളിക്കുന്നത് ആ ആയമ്മയാണ്. ആ ആയമ്മ വിളിച്ചു. എന്താ ചേച്ചിന്ന് ചോദിച്ചു. അപ്പോൾ മേഡം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം എന്താ കാര്യം? ആകാശാര് 2 ദിവസം ഇവിടെ ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാ പറഞ്ഞത്? സാറ് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ, എവിടെയോ യാത്രയാണ്, പിന്നെ പ്ലെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ആകാശ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രചന അവിടെ നിന്ന് അങ്ങ് പോകുക. അപ്പോൾ ഇപ്പം മോളെയും വേണ്ട ഒന്നും വേണ്ട, രചന എന്നിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുക. ഈ സമയത്ത് നമ്മുടെ ഇഷിത കൊച്ചിനെ ഒരു തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഫോണിലൊന്നും സംസാരിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊച്ചിനെ പകുതി സമ്മതത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രചന ഇഷിതയോട് എന്ന് പറയുവാണ്, അതെ എനിക്കിപ്പം മോളെ കൊണ്ടുപോകാൻ ഇച്ചിരി പ്രശ്നമുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലൊന്ന് എത്തണമെന്ന്. അതെ ഞാൻ പോയിട്ട് വന്നിട്ട് കൊണ്ടുപോയിക്കോളാം കേട്ടോ, അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ രചന. ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് ഇഷിതയും പറഞ്ഞു കേട്ടോ. അതും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയപ്പോൾ കൊച്ചിന് സന്തോഷമായി. പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ അങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സ്വപ്നവല്ലി കേട്ടോ. സ്വപ്നവല്ലി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. മിണ്ടാനും പറയാനും ചിപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും നാളും ചേച്ചിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ആരാ എന്നൊക്കെ ഇങ്ങനെ അവിടുത്തെ വേലക്കാരി ചോദിക്കുക കേട്ടോ. ആ സമയത്ത് രാമ എനിക്ക് എൻ്റെ മോളെ കാണണം രോമ, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻ്റെ മോളിവിടെ എന്ത് സന്തോഷത്തിലായിരുന്നു, എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? ഇത്രയും കാലം നിൻ്റെ കൊച്ചുമോൾ നിൻ്റെ കൂടെ തന്നെ ഇല്ലായിരുന്നോ? ഇപ്പോഴാണോ നീ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ പിന്നെ നമ്മുടെ മഹേഷ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചിപ്പിമോൾ ഇപ്പോഴും ഹാപ്പി തന്നെയാണ്, അവൾ ചിരിയും കളിയും ഡാൻസും പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരുമായിട്ടാണെന്ന് അച്ഛൻ ചോദിക്കുമ്പം ഡോക്ടർ ഇഷിതയായിട്ടാണെന്ന് മഹേഷ് പറയുക.
അപ്പോൾ അവരാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം പോലും ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷിതയെ പറ്റി പറയാം. അപ്പോൾ രചന വന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ രചന വന്ന കാര്യങ്ങളെല്ലാം ഇവർ തമ്മിലിങ്ങനെ പറഞ്ഞു. സ്വപ്നവല്ലിയും ചേട്ടനും തമ്മിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടോട്ടെ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞ സ്വപ്നവല്ലി ഇങ്ങനെ സ്വപ്നവല്ലി കൊച്ചിനെ കാണാനുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ കെഞ്ചിക്കേണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും രാമൻ പറഞ്ഞു, അത് പിന്നെ ഇഷിതയോട് മഹേഷ് ചോദിക്കുന്നതായിരിക്കും നല്ലതല്ലേ എന്ന്. അപ്പം ഇവരിങ്ങനെ ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മഹേഷിന് അത്രയും സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാവല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ മകനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, ഞാനൊന്നും ചോദിക്കാനൊന്നും പോണില്ല, ഒരു സ്വാതന്ത്ര്യവും ഞാൻ മിസ്യൂസ് ചെയ്യില്ല. ഇഷിത ഒരു നോ എന്ന് പറഞ്ഞാലേ അതെനിക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ് എന്ന് മഹേഷ് അന്നേരം പറഞ്ഞു. അപ്പോൾ രാമാ എന്നും പറഞ്ഞ് ചേച്ചി ശരി എന്നാൽ പിന്നെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നും പറഞ്ഞ് രാമൻ പതുക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോന്നു. എന്നിട്ട് മനസ്സോടെ അവരുടെ വാതിൽ ഇങ്ങനെ കൊട്ടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ മാഷ് കയറി വരുന്നത്. മാഷ് കയറി വന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കണ്ടു. എന്താ രാമ ഇവിടെ ഇങ്ങനെ, അല്ല മാഷ് ഇത് എവിടെ പോയതാന്ന് ചോദിച്ചു. ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്ന മടുപ്പാവില്ലേ, കുറച്ച് ശുദ്ധവായു കിട്ടാൻ പുറത്തിറങ്ങി നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അത് നല്ലതാണെന്ന് പറഞ്ഞ് രാമൻ ഇങ്ങനെ നിൽക്കുക. പക്ഷേ രാമനാഥനത് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് പിന്നെ മാഷിനോട് സംസാരിക്കണമെന്നുണ്ട്. അപ്പം അതിനെന്താ, എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, വരൂ അകത്തിരിക്കാവെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മാഷ് അകത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് അവിടെ നമ്മുടെ മോളിരിക്കുന്നു. അപ്പോൾ അമ്മ ചായ ആയിട്ട് വന്നു. ഇഷു ചിപ്പിയുടെ കൂടെയാണെന്ന് ചോദിച്ചപ്പോൾ അതേലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. അതെ, ഇളയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഇതൊരു കെട്ടിലേ അവസാനിക്കും. ആര്? ചിപ്പിയുടെ അച്ഛനെ നമ്മുടെ ഇഷുവിനെ കൊണ്ട് കെട്ടിക്കണം. അപ്പോൾ അതെ ഇതൊക്കെ നടക്കും, നോക്കിക്കോ എന്നും പറഞ്ഞ് ഇവരിയ്ക്കുമ്പോഴാണ് മാഷും അതുപോലെ തന്നെ രാമനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും അവരങ്ങോട്ടേക്ക് ചെന്നു. ഇദ്ദേഹത്തിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, ഞാനകത്തേക്ക് വിളിച്ചതെന്ന് പറഞ്ഞു. ഭാര്യയോട് ഭർത്താവ് പറയുക. അപ്പോൾ ഡോക്ടർ ഇഷിതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ. അപ്പോഴേക്കും ഇഷു ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാമൻ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, കൊച്ചിനെ കാണുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് കാണിച്ചാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് കൊച്ചിൻ്റെ പിറന്നാൾ ആഘോഷിച്ചോളാം പറഞ്ഞു. അപ്പോൾ പിറന്നാളാണ്, കൊച്ചിനെ പിറന്നാൾ ആഘോഷിക്കാൻ കൊണ്ടുവരുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം വന്നത്. അങ്ങനെ ഇതെല്ലാം സമ്മതിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചിപ്പി ഇറങ്ങി വന്നു. അപ്പം അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അച്ഛച്ചാന്ന് വിളിച്ച് ഓടി വന്ന് ചിപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അദ്ദേഹം ഇങ്ങനെ എടുത്തു. അതിനുശേഷം കൊച്ചിനെയും കൊണ്ട് മുറിയിലോട്ട് അവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നു. എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊച്ചുമായിട്ട് അങ്ങ് പോയി. ഇഷിത അകത്തേക്കും കയറിപ്പോയി. സ്വപ്നവല്ലിയാണെങ്കിൽ വീട്ടിൽ കിടന്ന് നെട്ടോട്ട് ഓടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓട്ടം. ഈ സമയത്ത് മകൾ വന്ന അമ്മയോട്, ചിപ്പി നമ്മുടെ കുട്ടിയല്ലേ, പിന്നെ എന്തിനാ അവളെ കാണാൻ നമ്മൾ അനുവാദം ചോദിക്കുന്നത്, വീട്ടിൽ കയറി പിടിച്ചെടുത്തുകൊണ്ട് വരണം, അതാ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഇഷിതയ്ക്ക് ചിപ്പിയിൽ എന്താ അവകാശം എന്ന് ചോദിച്ചപ്പം, എന്നാൽ ചെല്ല് ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറും, വേണമെങ്കിൽ ആ മാഷിനെയും കുടുംബത്തിനെയും ഒന്ന് തല്ലുകയും കൂടെ ചെയ്തോ, എന്നിട്ട് ചിപ്പിയെ കൊണ്ടുവരാൻ ചേച്ചിയോട് അനിയൻ പറയുക. ചേച്ചി ചോദിച്ചില്ലേ ഇഷിതയ്ക്ക് ചിപ്പിയിൽ എന്താ അവകാശമെന്ന്? സ്നേഹം എന്നൊരു സാധനമുണ്ട്, അത് കൂടുന്തോറും ബന്ധങ്ങളുടെ ഇഴ അത് മുറുകും, അതിന് ബലം കൂടുകയും ചെയ്യും, പിന്നെ അത് മുറിച്ചെടുക്കാനേ കഴിയില്ല. ഇഷിത ഇന്നലെ തൻ്റെ ആത്മാഭിമാനം പോലും കളഞ്ഞിട്ടാ എന്നെ ഹെൽപ്പ് ചെയ്തത്, അതെനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ മഹേഷ്. പിന്നെ ഇതിനി പ്രേമമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. അതും പറഞ്ഞു നമ്മുടെ മഹേഷ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു കേട്ടോ. പറയാനുള്ളത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു ആശാൻ. അമ്മ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ചിപ്പിയെ കൊണ്ടുവന്നാൽ രചന അത് കോടതിയിൽ പ്രൊജക്റ്റ് ചെയ്യും, കേസ് നമുക്കെതിരാകും, കുഞ്ഞിനെ അവർ തന്നു എന്ന് തന്നെ കരുതുക, അതിനൊരു പബ്ലിസിറ്റി ഒന്നും വേണ്ട, പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങനെ നമ്മുടെ അച്ഛൻ കയറി വന്നു. അച്ഛൻ കയറി വന്നപ്പോൾ ഭയങ്കര ഒരു ഡയലോഗൊക്കെ കേട്ടാണ് വരുന്നത്. കുഞ്ഞെവിടെ എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ വിട്ടുതരാൻ അവർ തയ്യാറായില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഇവർ ആകെ വിഷമിച്ച് നിൽക്കുക. എനിക്കറിയായിരുന്നു അത്ര മോശം ആൾക്കാരവർ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലി പറയുമ്പോൾ, സ്വപ്നവല്ലി ചെന്ന് മാപ്പ് പറഞ്ഞാൽ ചിപ്പിയെ തരും എന്ന് പറഞ്ഞു. മാപ്പ് പറയാനോ? ഞാനത് പറയില്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണെങ്കിലും ഞാൻ. അപ്പോൾ ചിപ്പി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ അച്ഛമ്മാന്നും പറഞ്ഞൊരു വിളി. നോക്കുമ്പോൾ കൊച്ച് അങ്ങനെ ഓടി വന്ന് കൊച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.